നമ്മൾ ഇന്നലെ ഒന്നാമത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത് നബിദിനത്തിൻ്റെ പ്രാമാണിക പിൻബലവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസം നബിദിനം ബിദ്അത്താണോ അല്ലെങ്കിൽ വലാലത്താണോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ, ആളുകൾ അല്ലെങ്കിൽ ഒരു വിഭാഗമെങ്കിലും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ ഇവരുടെ മുൻപിലേക്ക് നബിദിനത്തിൻ്റെ പ്രാമാണികതയിൽ നിന്ന് നമ്മൾ ബിദ്അത്ത്, ഹസനത്ത്, സയ്യത്ത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൃത്യമായിട്ട് പറയാം, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന, പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു 2 പാഠപുസ്തകങ്ങൾക്കിടയിലാണ് ഞാനുള്ളത്. അപ്പോൾ ഉസ്താദെ, നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ തന്നെ ബാക്കിയിലേക്ക് നമ്മൾ വരികയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ പറയപ്പെടുന്ന ഇസ്ലാമിലെ ബിദ്അത്ത് അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ എന്താണ്? ബിദ്അത്ത് എന്താണ് എന്ന് പറയുമ്പോൾ അതിനു മുമ്പായി നമുക്ക് സുന്നത്ത് എന്താണ് എന്ന് പറയാം. ഉം. സുന്നത്ത് ബിദ്അത്ത് എന്നതാണല്ലോ. അതെ, അതെ. അപ്പോൾ ഈ സുന്നത്ത് എന്ന പദപ്രയോഗം നമ്മളിപ്പോൾ നബിദിനം കഴിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? നബി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഈ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. അതായത് സുന്നത്ത് എന്ന പദപ്രയോഗത്തിനെ പല അർത്ഥത്തിനും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളെ മലയാളത്തിലും ദ്വയാർത്ഥത്തിലുള്ള വാക്കുകളുണ്ടല്ലോ. അപ്പോൾ രണ്ടർത്ഥം ഉണ്ടാകുമ്പോൾ ഏത് അർത്ഥത്തിന് ഉപയോഗിച്ചു എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അതിനെക്കുറിച്ച് പറയണമെങ്കിൽ. ഇപ്പോൾ ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഇവിടെ ഖുർആൻ, ഹദീസ് എന്ന് പറഞ്ഞാൽ ഹദീസിന് സുന്നത്ത് എന്ന് പറയും. അപ്പോൾ ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നിടത്തുള്ള ഒരു സുന്നത്തുണ്ട്. ഈ സുന്നത്ത് നമ്മൾ പറയുന്നത് ഖുർആനല്ല, ഇജ്മാ അല്ല, ഖിയാസും അല്ല, അതിനെക്കുറിച്ചാണ് സുന്നത്ത് എന്ന് അവിടെ പറയണത്. അതേ സമയത്തിൽ നമ്മൾ മറ്റു ചിലപ്പോൾ പറയും വാജിബ്, സുന്നത്ത്, ഹറാമ്, കറാഹത്ത് ഇങ്ങനെയും പറയും. അവിടെ പറയുന്ന സുന്നത്തും മറ്റു സ്ഥലത്ത് പറഞ്ഞ സുന്നത്തും രണ്ടും രണ്ട് സുന്നത്താണ്. രണ്ടും ഒരർത്ഥമല്ല എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം എന്ന് പറയുന്ന സുന്നത്തല്ല. ഒരു കാര്യം ചെയ്താൽ പ്രതിഫലം ലഭിക്കും, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല എന്ന് പറഞ്ഞ സുന്നത്ത്. ചെയ്താൽ കൂലി കിട്ടുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും എന്ന പറഞ്ഞ സുന്നത്താണ് വാജിബ്, സുന്നത്ത് എന്ന സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം എന്നാണ് ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നിടത്തെ സുന്നത്ത്. അപ്പം രണ്ടും രണ്ട് സുന്നത്താണ്. നബിതങ്ങൾ ചെയ്ത വാക്കും പ്രവൃത്തിയും മൗനാനുവാദവും അവിടെ സുന്നത്താണെങ്കിലും അത് നമുക്ക് സുന്നത്തല്ല. ചിലത്, എല്ലാമല്ല, ചിലത് നമുക്ക് ഹറാമാണ്, ചിലത് നമുക്ക് വാജിബാണ്, ചിലത് നമുക്ക് കറാഹത്താണ്, ചിലത് നമുക്ക് സുന്നത്തുമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹർ നിസ്കരിച്ചു. അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തിയാണോ ളുഹർ നിസ്കാരം? അപ്പോൾ നബി നിങ്ങളുടെ സുന്നത്താണ്. എന്നാൽ നമ്മളതിനെക്കുറിച്ച് സുന്നത്ത് എന്നല്ല പറയാം, വാജിബ് എന്നാണ് വിധി പറഞ്ഞെടുത്ത് പറയാം. അല്ലേ? നബി തങ്ങൾ ളുഹർ നിസ്കരിച്ചു വരുമ്പോൾ അങ്ങനെ വരിക. അതുപോലെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരിക്കുന്ന സമയത്തിൽ 9 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പം നബി നിങ്ങളുടെ സുന്നത്താണ് 9 ഭാര്യമാരുണ്ടാകാന്ന്. നമുക്കത് ഹറാമാണ്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുത്തത് നമ്മൾ ബുഖാരിയിലും മുസ്ലിമൊക്കെ പരിശോധിച്ചാൽ പല ഗ്രന്ഥങ്ങളിലും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുന്ന സമയത്ത് കൈ ഒരു പ്രാവശ്യം കഴുകിയത് കാണാം. ചില വുളുവിൽ ചിലപ്പോൾ 2 പ്രാവശ്യം കഴുകിയത് കാണാം. ഈ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കൈകളൊക്കെ നമുക്ക് കറാഹത്താണ്. പക്ഷേ നബി തങ്ങൾക്കത് നിർബന്ധമായും ശരീഅത്ത് പഠിപ്പിക്കാൻ വേണ്ടി, ഇത് അനുവദനീയമാണ് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചതാണ്. അപ്പോൾ നബി തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ വിധിയിലേക്ക് വരുന്ന സുന്നത്ത്, ഹറാമ്, കറാഹത്തിലൊക്കെ അത് വരുന്നുണ്ട്. അപ്പോൾ ഈ സുന്നത്ത് വേറെയാണ്, മറ്റേ സുന്നത്ത് വേറെയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം അതാതിൽ സുന്നത്താന്ന് പറഞ്ഞ് റസൂല ചെയ്തോ എന്ന് ചോദിക്കുന്നത് ഇത് എന്താണ് സുന്നത്ത് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഈ സുന്നത്തിൻ്റെ എതിരായിട്ട് പറഞ്ഞത് മറ്റൊന്ന് ബിദ്അത്തുണ്ട്. ഈ ബിദ്അത്ത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ, ഹദീസ് എന്ന് പറഞ്ഞ ഹദീസിൻ്റെ എതിരിലാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞത്. ആ ബിദ്അത്ത് മുഴുവനും നമുക്ക് തള്ളേണ്ടതല്ല, എന്നാൽ ആ സുന്നത്ത് മുഴുവൻ നമുക്ക് എടുക്കേണ്ടതുമല്ല. ഈ ഹസനത്തും അല്ല, അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അടിസ്ഥാനം പറയണമല്ലോ, അല്ലേ? അതായത് നബി തങ്ങളുടെ ഖുർആൻ, സുന്നത്ത് എന്ന സുന്നത്ത് മുഴുവൻ നമുക്ക് എടുക്കാനുള്ളതല്ല. നേരത്തെ പറഞ്ഞാൽ 9 ഭാര്യമാരെ നമുക്ക് പറ്റൂല, ഈ കൈകളെടുത്ത് നമ്മൾ ഒഴിവാക്കണം, വിസാലായി നോമ്പ് പറ്റും, പലതും കാണാം. നബി തങ്ങൾ രാവും പകലും നോമ്പ് എടുക്കും, നമുക്ക് ധാരാളമാണ്. അപ്പോൾ നബി തങ്ങൾ ആ സുന്നത്തൊക്കെ നമുക്ക് എടുക്കാനുള്ളതല്ല. അതേ സമയത്തിൽ ഈ ബിദ്അത്ത് മുഴുവൻ നമുക്ക് തള്ളേണ്ടതുമല്ല. അവിടെയാണ് നിങ്ങൾ ചോദ്യം പറഞ്ഞത്. ബിദ്അത്തിൻ്റെ കൂട്ടത്തിൽ ഹസനത്തായ ബിദ്അത്തും ചീത്ത ബിദ്അത്തും ഉണ്ട്, സയ്യിഅത്തായ ബിദ്അത്ത്. ഇഷ്ടംപോലെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്കത് പരിശോധിച്ചാൽ കാണാം. സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ഒരുപാട് കാണാം. ഉദാഹരണത്തിന് പറയാം, 1-ാം ഖലീഫ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല തങ്ങൾ, സിദ്ദീഖ് തങ്ങളുടെ കാലത്തിൽ യമാമ യുദ്ധം നടന്നു. കുറേ ഹാഫിളുകളൊക്കെ മരിച്ചുപോയി. ഹാഫിളുകളൊക്കെ മരിക്കുന്ന സമയത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഹാഫിളുകളൊക്കെ മരിച്ചാൽ ഖുർആൻ നഷ്ടപ്പെട്ടു പോകുമല്ലോ, അതുകൊണ്ട് ഖുർആൻ നമുക്കൊന്ന് ഒരുമിച്ച് കൂട്ടണം എന്നാണ്. ക്രോഡീകരണമാണ്.
ഗ്രന്ഥമാക്കുന്ന ഉസ്മാൻ അള്ളാഹിൻ്റെ കാലത്ത് ക്രോഡീകരണമാണ് അപ്പോൾ വേണമെന്നുണ്ട്. അപ്പോൾ ക്രോഡീകരിക്കണം എന്ന് പറഞ്ഞ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹുവിന് ചോദ്യമുണ്ട്, കൈഫ നഫ്അലു ശൈഅൻ ലം യഫ്അൽഹു റസൂലുള്ളാഹ്. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്തൊരു കാര്യം എങ്ങനെയാണ് ഉമറേ നമ്മൾ ചെയ്യാൻ? അപ്പോൾ ബിദ്അത്ത് ചെയ്യണോ ചെയ്യേണ്ടെന്ന ചർച്ച. അപ്പോൾ അത് നബിതങ്ങൾ ചെയ്തിട്ടില്ല, സുന്നത്തിനെതിരാണല്ലോ. നബിതങ്ങൾ ചെയ്യാത്തൊരു കാര്യം എങ്ങനെയാണ് ഉമറേ നമ്മൾ ചെയ്യാന്ന. അപ്പം ഇതുമാണെങ്കിൽ മുജാഹിദീങ്ങൾക്ക് പറയാം, സിദ്ദീഖ് റളിയല്ലാഹു ഇത് ചോദിച്ചില്ലേ? ചോദിച്ചു. ഉമർ റളിയല്ലാഹുവിനോ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഉമർ റളിയല്ലാഹു പറഞ്ഞു വല്ലാഹി ഹു ഖൈറുൻ, അത് ഖൈറാണ്, അള്ളാഹിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉമർ റളിയല്ലാഹു ഇങ്ങനെ ചോദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടി അതിലേക്ക് വന്നു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു ഇത് ഖൈറാണ്. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഖുർആൻ ഒരുമിച്ച് കൂട്ടി ക്രോഡീകരിച്ചു. സ്വഹാബത്ത് മുഴുവൻ അത് അംഗീകരിച്ചു. അപ്പോൾ അത് ഇജ്മായി. പക്ഷെ അതിന് മുമ്പ് യഥാർത്ഥ നബിതങ്ങൾ ചെയ്യാത്ത കാര്യമാണ്, നബിതങ്ങൾ കൽപ്പിക്കാത്ത കാര്യമാണ്, നബിതങ്ങൾ സമ്മതം കൊടുക്കാത്ത കാര്യമാണ്. അപ്പോൾ അത് ബിദ്അത്താണ്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചത്. ആ ബിദ്അത്ത് ചെയ്യാൻ ഖുലഫാ റാഷിദീങ്ങളും ഉൾപ്പെടെ എല്ലാവരും അംഗീകരിച്ചു. അപ്പോൾ ഈ ബിദ്അത്ത് നല്ല ബിദ്അത്താണ്, എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലം വന്നപ്പോഴാണ് തറാവീഹിന് ആളുകൾ ഇങ്ങനെ ഒറ്റയ്ക്ക് സ്കരിക്കുന്നത് കണ്ട ഉമർ തങ്ങൾ പറഞ്ഞു ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു ഇമാമാക്കിയിട്ട് ഒരു ജമാഅത്താക്കി. അടുത്ത ദിവസം വന്നപ്പോൾ നല്ല ജമാഅത്തിൽ ഉമർ റളിയല്ലാഹു ഇങ്ങനെ പറഞ്ഞു നിഅമത്തിൽ ബിദ്അത്തു ഹാദി. അങ്ങനെ ഹദീസ് തന്നെ, നിഅമത്തിൽ ബിദ്അത്തു ഹാദി, ഇത് നല്ല ബിദ്അത്താണ്. ഹദീസിൽ തന്നെ അതാണ് വാചകം, നിഅമത്തിൽ ബിദ്അത്തു ഹാദി, ഇത് നല്ല ബിദ്അത്താണ്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലം വന്നപ്പോൾ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല തങ്ങൾ എന്ത് ചെയ്തു? ആളുകൾ ജുമാക്ക് വരാൻ കുറച്ച് വൈകിട്ട് വന്നപ്പോൾ സമയം ഒരു ബാങ്ക് തുടങ്ങി. അങ്ങനെയാണ് ജുമാക്ക് 2 ബാങ്ക് തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തോ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്തോ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തോ ഇപ്പോൾ 2 ബാങ്കില്ലല്ലോ, ഒരു ബാങ്കുള്ളൂ. ആ 2 ബാങ്കിൽ ചിലർ വിചാരിച്ചത് ഈ 2 ബാങ്ക് എന്ന് പറയുന്നിടത്ത് ഒരു വ്യത്യാസമുണ്ട്. അത് പിന്നെ ഉസ്മാൻ റളിയല്ലാഹു നടപ്പിലാക്കിയ 2ാം ബാങ്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആദ്യത്തെ ബാങ്കാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഫസ്റ്റ് കൊടുക്കുന്ന ബാങ്ക് ഉണ്ടല്ലോ, സമയമാകുമ്പോൾ, അതായത് ക്ലോക്കിൽ കാണുന്ന സമയത്തിന് കൊടുക്കുന്ന ബാങ്കാണ് യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹു നടപ്പിലാക്കിയ ബാങ്ക്. ആദ്യകാലത്ത് നബിതങ്ങളുടെ കാലത്ത്, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത്, ഉമർദാന്റെ ഒക്കെ കാലത്ത് ഉണ്ടായിരുന്ന ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ ജുമുഅക്ക് ഇരുന്നതിന് ശേഷം അന്ന് ജുമുഅക്ക് ഉണ്ടായിരുന്നു. ഇവരിത് ഒഴിവാക്കി. ഇപ്പൊ ഇവർ ചില വിദ്യാർത്ഥാന്ന് ഒഴിവാക്കുന്നത് ഏത് ബാങ്കാണ്? ഖത്തീബ് ബാങ്കാണ്. നബിതങ്ങളുടെ കാലത്തുള്ള ബാങ്കായ അതിനെ ഒഴിവാക്കിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു തുടങ്ങി ഇവരെ വാദപ്രകാരമുള്ള വിദ്യാർത്ഥാണ് ചോദിക്കുന്നത്. ഇതിലുള്ളൊരു വൈരുദ്ധ്യം, അത് അടിസ്ഥാനപരമായി ഇതെന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ടോ മറ്റോ ആണ് ഇവരുടെ ഈ ആശയങ്ങൾ തന്നെ കടന്നു വരുന്നത്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് നമ്മുടെ ആ വിഷയം അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല എന്നുള്ളൂ. പക്ഷെ ശരിക്കും ഇത് പറഞ്ഞാൽ ഇതൊരു ആത്മീയമായിട്ടുള്ള മുന്നേറ്റമോ ആത്മീയമായിട്ട് ഈ സമൂഹത്തിൽ ഒരു ഉത്കർഷം ഉണ്ടാക്കിയെടുക്കുക, അതൊന്നുമല്ല ലക്ഷ്യം. ഇതിൻ്റെ ലക്ഷ്യം പൊളിറ്റിക്കലാണ്. അത് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിക സമൂഹത്തിൽ നിലനിന്നിരുന്ന ഖിലാഫത്തിൻ്റെ ഒക്കെ, പ്രത്യേകിച്ച് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഒക്കെ ആ ചരിത്രം ശരിക്കും പരിശോധിച്ചാൽ എവിടെ നിന്നാണ് ഈ വഹാബിസം വരുന്നത് എന്നുള്ളത് മനസ്സിലാവും. അവരതിൻ്റെ ഒരു ടൂളായിട്ട് മതത്തെ ഉപയോഗിക്കുന്നത് മാത്രമാണ്. മതം അവർക്കൊരു ടൂള് മാത്രമാണ്. അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ടൂള് മാത്രമായിട്ടാണ് മതത്തെ ഉപയോഗിക്കുന്നത്. അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ അവർ ശ്രമിക്കും. പൊതുസമൂഹത്തിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ, യുക്തിപരമായിട്ടൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന, അതുകൊണ്ട് നീ ചിലതിനൊക്കെ അവർ കൊള്ളും. ബുഖാരിയിൽ ഹദീസ് വരെ തള്ളുന്ന ആളുകൾ അവരുടെ വിഭാഗത്തിലുണ്ട്. സഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞ എത്രത്തോളം വെച്ചാൽ അവരെ കൂട്ടത്തിലുള്ള ഒരു പഴയ പണ്ഡിതൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് 60 ഹദീസ് ഞാൻ ലൈഫാക്കിന്ന്. ആരാണ്? ബുഖാരിയിൽ 60 ഹദീസ് ഞാൻ ലൈഫാക്കിന്ന് പറയുകയാണ്. അവര് ഒരവസ്ഥ, അവർ തന്നെ പരസ്പരം നിങ്ങൾ അത്ര ഹദീസ് തള്ളിയായിരുന്നു, അപ്പോൾ മറ്റൊരു നിങ്ങൾ ഖുർആനെ തള്ളിയെന്നാണ്. മർക്കസുദാവക്കാര് ഒരുപാട് സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ സ്വഹീഹ് ഹദീസുകളെ തള്ളിയെന്നാണ് വിസ്റ്റം ഗ്രൂപ്പുകാർ പറയണത്. അപ്പൊ വിസ്റ്റം ഗ്രൂപ്പുകാർ ഖുർആനെ തള്ളിയെന്നാണ് മറ്റൊരു പറഞ്ഞത്. അവർ തമ്മിലുള്ള അവസ്ഥ. അപ്പോൾ ഇപ്പോൾ ഉസ്താദ് പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലാണ് അവരുടെ ആശയം എന്നല്ലേ. അത് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരാകുന്ന വിദ്യാർത്ഥിക്കാരനോ ചിലപ്പോൾ അതിന് പ്രസംഗിക്കാൻ പോകണമെന്ന് അറിഞ്ഞോളുന്നില്ല. അതിൻ്റെ അടിസ്ഥാനം അതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ താഴെയുള്ള ആളുകൾ അറിഞ്ഞോളുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ ചിലപ്പോൾ അവർ മനസ്സിലാക്കും ഇതൊക്കെ വെറുതെ കള്ളത്തരല്ലേ, നമ്മൾ അതിനല്ലല്ലോ പ്രവർത്തിക്കും. ഇവരതിനാവില്ല, താഴെ തട്ടിലെ ആളുകളൊന്നും മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. അത് അടിസ്ഥാനം അതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഖുലഫാഉർ റാഷിദീങ്ങൾ മുഴുവൻ അവരുടെ കാലഘട്ടത്തിലൊക്കെ ഓരോന്ന് പുതിയത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അറബി ഗ്രാമർ പഠിക്കുന്നു. അലി റളിയല്ലാഹുവിന്റെ കാലത്താണ് അറബി ഗ്രാമർ തുടങ്ങിയത്. അതുവരെ അതില്ല. അറബി ഗ്രാമർ നഹ്വ് എന്ന് പറഞ്ഞ സംഭവം തുടങ്ങുന്നതിന് അലി റളിയല്ലാഹുവിന്റെ കാലത്താണ്. അവിടെ നിന്ന് അങ്ങോട്ട്, അതായത് അറബികളും അനറബികളും തമ്മിൽ കലർന്നപ്പോൾ അറബി ഭാഷയിൽ ചില പ്രശ്നങ്ങൾ വന്നു. അത് പിന്നെ അബുൽ അസ്വദ് ദുവലി എന്ന ആളാണ് അതിൻ്റെ വാദിയത്തിന് തുടങ്ങിയ ആളെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകൾ വീടിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നക്ഷത്രങ്ങൾ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ട് മാ ഇസ്സനു സമ്മാവ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ നുജൂം,
അതായത് എന്താണ് ഈ ആകാശത്തെ ഭംഗിയാക്കിയത് എന്നാണ് ആ കുട്ടി ചോദിച്ച വാചകത്തിൻ്റെ നേരർത്ഥം. ഉം. അപ്പോൾ അതിന് നക്ഷത്രങ്ങളാന്ന് പറഞ്ഞു. അപ്പം കുട്ടി പറഞ്ഞു എനിക്കറിയാം നക്ഷത്രമാണെന്നുള്ളത്. ഞാൻ അജബായിട്ട് പറഞ്ഞു അത്ഭുതം. അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് മഹ്സന സമ എന്നാണ്. അപ്പം കുട്ടി പറഞ്ഞ വാചകം തെറ്റിപ്പോയി. ഭാഷാ ഭാഷ പ്രയോഗത്തിൽ പ്രയോഗത്തിൽ തെറ്റിപ്പോയി. അപ്പോഴാണ് അവിടുന്ന് അതൊരു നിയമമാക്കി തുടങ്ങി. അങ്ങനെയാണ് നെഹ്വ് തുടങ്ങണത്. അപ്പോൾ അതും വിദഗ്ധത്താണ്. അതെ, അതെ, അതും വിദഗ്ധത്താണ്. അതെ. അതൊക്കെ പക്ഷെ അതൊക്കെ പഠിക്കുന്നുണ്ട്. നല്ല വിദഗ്ധമാണ്. എല്ലാ ഖുലഫാ കാലത്തും വില കാലത്തും ഇവിടെ ഇവര് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം നബിദിനം ആഘോഷിക്കുന്നത് ബിദ്അത്താണ്. അതെ, നമ്മൾ ഇന്ന് നടത്തുന്നത് പോലെയുള്ള നബിദിന പരിപാടികൾ നമുക്ക് പറയാം അത് നല്ലൊരു വിദ്യാത്തിന് ഹസന എന്ന് പറയാം. ഇങ്ങനെ 12-ൻ്റെ അന്ന് ഇങ്ങനെ പാട്ട് പാടിയും റാലി നടത്തി അങ്ങനെ നടത്തി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ നബിതങ്ങൾ റസൂലുള്ള അംഗീകരിക്കും. റസൂലിൻ്റെ കാലത്ത് നടന്നു കാണാം. ഇമാം ബുഖാരിയിൽ തന്നെ ഒരു സംഭവം കാണാം. അതായത് മസ്ജിദ് ഖുബായിൽ ഒരു ഇമാം ഉണ്ടായിരുന്നു, അൻസാരിയാകുന്ന ഇമാം. ഇയാൾ എല്ലാ നിസ്കാരത്തിലും ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതും. ഫാത്തി ഓതിയാൽ പിന്നെ അയാൾ ഇഖ്ലാസ് സൂറത്ത് ഓതും. ഇഖ്ലാസ് സൂറത്ത് ഓതിയിട്ട് പിന്നെ മൂപ്പര് സൂറത്ത് സാധാ സൂറത്ത് വേറെ ഓതും. അത് മാറ്റി മാറ്റി ഓതും. പക്ഷെ ഫാത്തിൻ്റെ കൂടെ ഒരു ഇഖ്ലാസ് മൂപ്പര് ഓതും. അപ്പോൾ ബേക്കറിലെ അൻസാരികൾ മുഴുവൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇമാമുകൾ പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ ഖുൽ ഹുവല്ലാഹു ഓതി നിർത്തി, അതല്ലെങ്കിൽ നിങ്ങൾ വേറെ സൂറത്ത് ഓതി, ഇത് രണ്ടും കൂടി ഓതല് പറഞ്ഞു. അപ്പം മൂപ്പർ പറഞ്ഞു, ഞാനാണോ ഇമാമ് എങ്കിൽ ഞാനത് ഓതും. അങ്ങനെ ഓതുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നെ ഒഴിവാക്കാം, വേറെ ആളെ ഇമാമാക്കാം. എന്നാൽ ഇയാളെപ്പോലെ സൂക്ഷ്മതല്ല ബഹുമാനിക്കപ്പെടുന്ന വേറെ ആളില്ലാത്തതുകൊണ്ട് അയാളെ തന്നെ ഇമാം നിർത്തുമാണ് അവർക്ക്. അപ്പം പിന്നെ തൽക്കാലം അവരോട് സഹിച്ചു. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവില്ല ചില ഉസ്താദ്മാരെ സംഭവം. ഉസ്താദിന് നമുക്ക് ആവശ്യമുണ്ട്, അയാളെ പ്രവർത്തനം ചെലുത്തി കമ്മിറ്റിക്കാർക്ക് പറ്റൂല, അതൊക്കെ കണ്ടും ആണ് സഹിച്ചു അവർ. അങ്ങനെ നബിതങ്ങൾ കുബാവ് പള്ളിയിൽ ശനിയാഴ്ചകളിൽ വരാറുണ്ട്. നബിതങ്ങൾ വന്നപ്പോൾ ഇവർ നബിതങ്ങളോട് കേസ് പറഞ്ഞു, ഇയാൾ എങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങളിങ്ങനെ ഓതുന്നതെന്ന്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാലോ നബിതങ്ങൾ ഇത് പഠിപ്പിച്ചിട്ടില്ല എന്ന്. നബിതങ്ങൾ പറഞ്ഞു കൊടുത്താണെങ്കിൽ ഓര് ചോദിക്കുമ്പോൾ നബിതങ്ങൾക്ക് നേരെ ഉത്തരം പറഞ്ഞു കൊടുത്താൽ മതി. അത് ഞാൻ പഠിപ്പിച്ചതാ സുന്നത്താന്നല്ലേ പറയണ്ടേ. പക്ഷേ നബിതങ്ങൾ അദ്ദേഹത്തെ ചോദിച്ചു എന്താന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉഹിബ്ബുഹ, ആ സൂറത്തിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സൂറത്തിനോട് ഇഷ്ടമാണ്, അതുകൊണ്ട് മുമ്പ് സൂറത്ത് ഇങ്ങനെ ഓതാണ്. അപ്പോൾ ഈ വഹാബിൻ്റെ ആശയപ്രകാരമാണെങ്കിൽ എല്ലാ ബിദ്അത്തും തള്ളയാണെങ്കിൽ റസൂൽ എന്താ പറയേണ്ടത്, എൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് തുടങ്ങിയാൽ നരകത്തേക്ക് പോകും. എൻ്റെ ഇഷ്ടത്തിന് കൂട്ടാനും കുറക്കാനുള്ള ദീന് ഇത് ഞാൻ അള്ളാഹ് പറഞ്ഞു തരും, ഞാൻ ഇവിടെ പറയും, ഞാൻ അങ്ങനെ ഓതാൻ പറഞ്ഞില്ല, നിർത്തിക്കാളാന്നല്ലേ പറയണ്ടേ. ഇവരെ ഭാഷ അനുസരിച്ച് ഇപ്പോൾ കൃത്യമായിട്ട് അങ്ങനെ പറയണ്ടേ. പക്ഷേ റസൂൽ പറഞ്ഞത് ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, ആ സൂറത്തിലുള്ള എൻ്റെ ഇഷ്ടം എന്നെ സ്വർഗ്ഗത്തെ പ്രവേശിപ്പിക്കുന്ന. ഞാനിപ്പോൾ അടുത്തൊരു വല്ലാത്ത- ഈ വഹാബി ആശയക്കാരനായ ഒരാളുമായിട്ട് ഇങ്ങനെ സൗഹൃദ സംഭാഷണം നടത്തിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാം വളരെ സുന്ദരമാണ്, ഇസ്ലാം അത്ര കട്ടിയുള്ള അല്ല തീവ്രമായി ചിന്തിക്കുന്ന ഒന്നല്ല, ഇത്ര ഒരു ഫിഖ്ഹിയായിട്ട് നീ അങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാണ് നിന്റെ പ്രശ്നം. അതിനെ വികൃതാക്കിയത് ഇവരാണ്. ഈ ആ ഒരു ടേം അവർ പറയുന്നതിന്റെ പിറകിലുള്ള കാരണം എന്തായിരിക്കും? അതായത് ഇതിനെ ഇസ്ലാമിനെ വികൃതമാക്കി ഈ പൊതുസമൂഹത്തിൽ ചിത്രീകരിക്കാൻ ഇപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ സാധനം വരാൻ തന്നെ, പ്രത്യേകിച്ചും ഈ 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഇസ്ലാമോഫോബിയ കൂടിയെന്നാണ് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ഇവർക്ക് ഈ ആശയം കൊടുത്തത് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളോ മറ്റൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു വഹാബി ഐഡിയോളജി നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമിനെ ഏറ്റവും വികൃതമായി അവതരിപ്പിച്ച് ശരിക്കും ഇതിൻ്റെ പിന്നിൽ ഇവരാണ്. യഥാർത്ഥത്തിൽ ഒരു സൂഫി ഇസ്ലാം എന്നൊക്കെ പറയുന്ന, ഇപ്പോൾ പൊതുസമൂഹം അങ്ങനെയാണ് പറയുന്നത് സൂഫി ഇസ്ലാം എന്ന്. ആ ഒരു ഇസ്ലാം എല്ലാ സമൂഹം എന്ത് ചെയ്യുന്നതാണ്, അംഗീകരിക്കുന്നതാണ്. അവർക്ക് പറ്റിയ എന്റർടൈൻമെന്റ്സ് ഒക്കെ അതിനകത്ത്. എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞത് അത് കുറച്ച് വേറെ വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്റർടൈൻമെന്റ്സ് എന്നല്ല, മറിച്ച് സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ ജീവിച്ച സമൂഹത്തിൽ എങ്ങനെയായിരുന്നു ഇസ്ലാം പ്രബോധനം ചെയ്യപ്പെട്ട് ആ രൂപത്തിലാണ് ഈ പറയുന്ന വഹാബിധാരയല്ലാത്ത, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നമ്മുടെ സുന്നി ആശയധാര, ആ ആശയധാരയിൽ ഇസ്ലാമിൻ്റെ പ്രബോധനം നടക്കുന്നത് സുന്ദരമായിട്ടാണ്. ഈ ഇസ്ലാമിൻ്റെ സുന്ദരമുഖം ശരിക്കും പ്രബോധനം ചെയ്യുന്നത് സുന്നി പണ്ഡിതന്മാരാണ്. യഥാർത്ഥത്തിൽ ഇവർ നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഐഡിയോളജിയെ കവറപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് എന്തിനു ഉപയോഗിക്കുന്നത്, മതം. അപ്പോൾ അവർക്ക് ചിലതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, നോർമലൈസ് ചെയ്യേണ്ടി വരും. അവിടെയാണ് ഈ വിഷയം വരുന്നത്. ഒരിക്കലും എന്താ ഫിഖ്ഹ്, പിന്നെ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രം, ഒരു കർമ്മം എങ്ങനെ ചെയ്യണം, ആ കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കാതെ കർമ്മം ചെയ്യാൻ പറ്റില്ലല്ലോ. ഫിഖ്ഹിനെ തള്ളുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല, ഒരു കാര്യം ഒരിക്കലും സാധ്യമാവില്ല. പിന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങളെക്കുറിച്ച് നോക്കിയാൽ നമ്മൾ പറയുന്നതിനേക്കാൾ എത്രയോ കർശനാണ്. പക്ഷെ കുറച്ച് വിഷയങ്ങളിലൊന്നും മാത്രം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങളുണ്ടല്ലോ. ഇപ്പം അവർ താടി വെക്കലാണെങ്കിലും മറ്റ് അവർ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ അവർ ചെയ്യാത്തവർ കാഫറാണ് പോലത്തെയാണ് അവർ അവതരണങ്ങളൊക്കെ കേട്ടാൽ. അപ്പോൾ അവർ വിഷയങ്ങൾ നമ്മൾ കർമ്മശാസ്ത്രപരമായി എത്ര പ്രയാസങ്ങൾ പറഞ്ഞാലും അതിനുള്ള പഴുതുകളും രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളും പിന്നെ അതുണ്ടാവും. അവർ പറഞ്ഞ പരിശോധിച്ച് നോക്കിയാൽ രക്ഷപ്പെടാൻ മാർഗ്ഗമില്ലാത്ത രൂപത്തിലാണ് അവർ അവതരണങ്ങൾ.
മാത്രമല്ല അവർ ആരോപണങ്ങൾ നിങ്ങൾ ആലോചിച്ചു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരത്തേക്കാൾ കള്ളുകുടിയേക്കാൾ ഏറ്റവും വലിയ തിന്മ ശിർക്കാണ്. അല്ലേ? നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെ ഭാര്യൻ്റെ അടുത്ത് നിങ്ങൾ എണീറ്റ് വരുമ്പോൾ നിങ്ങൾ വ്യഭിചരിച്ചിട്ടാണ് എന്ന് പറയാൻ ഒരു മരുത്തൻ പറഞ്ഞാൽ എന്തായിരിക്കും ഒരവസ്ഥ? നിങ്ങളൊരു വഹാബിനോട് അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഭാര്യൻ്റെ അടുത്ത് നിന്ന് കടന്നു വരുമ്പോൾ ഇജ്ജ് വ്യഭിചരിച്ചിട്ടാണ് വരുന്നത്, പിന്നെ ആ വഹാബി ജന്മം നമ്മളുണ്ടോ? വല്ല ലോക്യം പറയും. എന്നാൽ ഇജ്ജ് ശിർക്ക് ചെയ്തിട്ടാണ് വരുന്നതെന്നാണ് നമ്മളവർ പറഞ്ഞത്. ശിർക്ക് എന്ന് പറഞ്ഞത് വ്യഭിചാരത്തിനേക്കാൾ ഏറ്റവും വലിയ കുറ്റമാണ്. ഇന്ന ശിർക്കൽ ദുൽമുൻ അളീം എന്ന് ഖുർആൻ പറഞ്ഞ അത് ചെയ്തു എന്നാണ് ഇവിടെ കിടക്കുന്ന ബഹുഭൂരിഭാഗം മുസ്ലിമിനെ കുറിച്ച് ഇവർ ആരോപിക്കുന്നത്. ചുരുങ്ങിയത് നിങ്ങൾ മൗലൂദ് ഓതണ്ട എന്ന് അവർ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ തവസ്സുൽ ചെയ്യേണ്ട, ഇസ്തിഗാസ ചെയ്യേണ്ട എന്ന് മാത്രം പറയുകയാണെങ്കിൽ അവരുടെ മാന്യത ഉണ്ടെന്ന് നമുക്കറിയാം. അവരിത് ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റായിട്ടാണ് അവതരിപ്പിക്കണേ. എന്നാൽ അവർ ഈ മാന്യത കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വല്ല ലഘൂകരണമുള്ള ആളുകളാണെങ്കിൽ അവർ ചെയ്യരുത്, നിങ്ങളത് ഒഴിവാക്കി, ഇതല്ല ശരിയെന്ന് മാത്രം പറഞ്ഞു പോയവരെ. ഇത് ശിർക്കാണെന്ന് അവർ പറഞ്ഞത്. ഒരു കാര്യം ശിർക്കാണ് എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് കള്ളുകുടിയനാണെന്ന് പറഞ്ഞതിനേക്കാൾ വ്യഭിചാരിയാണെന്ന് പറഞ്ഞേക്കാൾ എത്രയോ ശക്തമാണ് ശിർക്കാണെന്ന് പറഞ്ഞത്. പക്ഷെ ശിർക്ക് എന്താണെന്ന് അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് വ്യഭിചാരനോട് ഒരു കണ്ടാൽ സലാം പറയില്ല, വ്യഭിചാരനെ കണ്ടാൽ ഒരു സലാം പറയില്ല, കള്ളുകുടിയനെ കണ്ടാൽ ഒരു സലാം പറയില്ല. എന്നാൽ എന്നും മൗലൂദ് തോന്നുന്ന മല്ലാക്കനെ കണ്ടാൽ ഒരു സലാം പറയും. ഈ വലിയ സിർക്ക് ഇപ്പോൾ വരുന്നത് കള്ളുടിയാണോ അതല്ല സിർക്കാണോ എന്താന്ന് മനസ്സിലാവും. സിർക്ക് ചെയ്യണ ഇമാമിനെ എപ്പോഴും ഒരു തോന്നുന്ന മല്ലാക്കനെ വേക്ക് നിസ്കരിക്കും. വ്യഭിചാരനെ കണ്ടാൽ വേക്ക് നിസ്കരിക്കൂല, കുട്ടിനെ കെട്ടിച്ചു കൊടുക്കൂല, മല്ലാക്കനെ മോളവർക്ക് കെട്ടും ചെയ്യാം കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം. എന്നത് സിർക്കാന്ന് പറയുന്നത് അവർക്ക് എന്നാലും വിശ്വാസമില്ല, അല്ലെങ്കിൽ സിർക്ക് എന്താന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ഒരു വാദം വിജയിക്കാൻ വേണ്ടിയൊക്കെ. അല്ല, മാത്രമല്ല അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് അവർ പരസ്പരം ഇപ്പൊ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ സംഗതി എന്താണ്, ഷിർക്ക് തൗഹീദ് എന്താന്ന് ഇത്ര കാലം, ഒരു നൂറ്റാണ്ട് കാലമായി അവർ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഇതുവരെ മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ആദ്യം നമുക്കെതിരായിരുന്നു, സുന്നി സമൂഹത്തിനെതിരായിരുന്നു ഷിർക്ക് ആരോപണം. ഇപ്പോൾ അവർക്കിടയിൽ തന്നെ അവരെ എല്ലാ വിഭാഗങ്ങളെയും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് എല്ലാവരും മുസ്ലിമായി അംഗീകരിക്കുന്ന ഒരാളെ നോക്കിയാൽ ഒരാളെ പോലും കിട്ടില്ല. ഈ ഏറ്റവും അടിസ്ഥാനം അല്ലെങ്കിൽ ഷിർക്ക് എന്താന്ന് മനസ്സിലാവാത്തവർക്ക് വിദഗ്ധം മനസ്സിലാവില്ലല്ലോ. ഷിർക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല. മൗലൂദൊക്കെ അവരെ കണക്കിന് സിർക്കാണ്. ഇപ്പൊ പറഞ്ഞത് ഞങ്ങൾ മൗലൂദ് സിർക്കാന്ന് പറഞ്ഞില്ല, മൗലൂദിൽ സിർക്കുണ്ടെന്നാ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഒപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ പഴയ കാലത്ത് അവർ മൗലൂദ് കഴിക്കൽ തന്നെ സിർക്കാന്നാ പറഞ്ഞത്. കാരണം മൗലൂദ് കഴിക്കുമ്പോൾ അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നബി തങ്ങളുടെ ബന്ധം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ അഭൗതികമായ രൂപത്തിലാണ്, അത് സിർക്കാണ്. അതുകൊണ്ട് മൗലൂദ് തന്നെ സിർക്കാണെന്നാണ് പഴയ കാലത്തെ മൗലവിമാരൊക്കെ പറഞ്ഞ്. പിന്നെ അത് സ്ഥാപിക്കാൻ കഴിയാതെ കുടുങ്ങി വന്നപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവരുടേത് ഇങ്ങനെ അടുത്ത വർഷം ഇനി എന്താണെന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞത് ഈ വർഷം കേൾക്കാനേ പറ്റുള്ളൂ, ചിലപ്പോൾ അടുത്ത കൊല്ലം അവർ മാറ്റിയിട്ടുണ്ടാവും. പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി നമ്മളതിൽ പറയാം. മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന ഫലഹു അജുറുഹു അജുറുമൻ അമില ബിഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കൃത്യമായ ഹദീസ് ഉണ്ട്. ഇസ്ലാമിൽ നല്ല ഒരു ചര്യ ഒരാൾ തുടങ്ങി വെച്ചാൽ അവനിക്ക് അതിൻ്റെ പ്രതിഫലമുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ മുഴുവൻ പ്രതിഫലം അവനുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ബാഫക്കി തങ്ങളാണ് നമ്മളെ മദ്രസ തുടങ്ങിയത് നമ്മൾ പറയും. ബാഫക്കി തങ്ങളാണ് തുടങ്ങിയത് എങ്കിൽ ഈ 10,000-ലധികം മദ്രസകളുടെയും പ്രതിഫലം ബാഫക്കി തങ്ങൾക്ക് കിട്ടും. നല്ലൊരു ചര്യ തുടങ്ങിയതാണ്. അത് ബിദ്അത്താണ്, അതിന് തള്ളല്ല ചെയ്യണത്. നല്ലൊരു ചര്യ തുടങ്ങിയാൽ അതിൻ്റെ പ്രതിഫലം അവനുണ്ട്. അത് കഴിഞ്ഞ് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന എല്ലാ ആളുകൾ ചെയ്യുന്നതിൻ്റെയും പ്രതിഫലം അവർക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം നല്ലൊരു ചര്യയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാന്നുള്ളത് നല്ലതെന്ന് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. നബി തങ്ങളുടെ പേരിൽ സദക്ക കൊടുക്കുക എന്നുള്ളത് അതും അഭിപ്രായ വ്യത്യാസമില്ല. മരിച്ചുപോയ ഖദീജ ബീവിൻ്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടർത്ത് വിതരണം ചെയ്യാറുണ്ടായിരുന്നു. അപ്പോഴാണ് ആയിഷ ബീവി ചില വസ്വാസുകളൊക്കെ പറയുന്നതും. അപ്പോൾ അവസാനം ആയിഷ ബീവിനോട് പറഞ്ഞാൽ എന്താ, ഇന്നി റുസിഖ്തു ഹുബ്ബഹ എന്ന് പറഞ്ഞാൽ ആ ഖദീജ ബീവിനോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ അങ്ങോട്ട് രൂഢമൂലമായി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആടർത്ത് കൊടുക്കണത്. റസൂല സ്നേഹിച്ചിട്ടാണ് ആടർത്ത് കൊടുക്കണത്. അപ്പം നമ്മൾ പോത്തർത്ത് റസൂലിനെ സ്നേഹിച്ചിട്ട് കൊടുക്കുന്നത് സ്നേഹം കൊണ്ടാണ്. പക്ഷെ ഇതൊക്കെ നല്ലത് തുടങ്ങണം, അത് നബിതങ്ങൾ ചെയ്തോ നോക്കിയിട്ടല്ല, നല്ല ചര്യ തുടങ്ങണം എന്നാണ് ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിന്റെ വാക്കിയിട്ട് തന്നെ പറയുന്നുണ്ട്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅത്തൻ ഫലഹു വിസുറുഹ വവിസുറുമൻ അമില ബിഹ. ഒരു തിന്മയായ ചര്യ ഒരാൾ തുടങ്ങിയാൽ, ഒരു തിന്മയായ ചര്യയായി തുടങ്ങിയാൽ അയാൾക്ക് അതിന്റെ കുറ്റമുണ്ട്. അത് കണ്ട് മറ്റാരൊക്കെ ചെയ്യുന്നുവോ അതിന്റെ ഒക്കെ കുറ്റം അയാൾക്ക് വരും. ഇവിടെയാണ് ശരിക്കും ഇപ്പോൾ സുന്നത്ത് ബിദഅത്തുൻ ഹസനത്ത് ബിദഅത്ത് സയ്യിഅത്ത് കൃത്യമായി പറയുന്ന ഒരു ഹദീസാണിത്, മൻ സന്ന ഫിൽ ഇസ്ലാമി എന്നുള്ള. അവിടെ സുന്നത്തൻ ഹസനത്തൻ സുന്നത്തൻ സയ്യ ഹദീസ്, സുന്നത്തൻ ഹസന നല്ല ബിദഅത്ത്, സുന്നത്തൻ സയ്യ ചീത്ത ബിദഅത്ത്. പിന്നെ നിലവിലുള്ള സുന്നത്താണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കല്ലോ. ഇവരിപ്പോൾ അങ്ങനെ പറഞ്ഞത് നിലവിലുള്ള ഒരു സുന്നത്തിന് നമ്മൾ തുടങ്ങാന്ന്. അങ്ങനെ വലിയ ചീത്ത ഉണ്ടാവില്ലല്ലോ. സുന്നത്തുകൾ നഷ്ടപ്പെട്ടു പോയത് നമ്മൾ ഹയാത്താക്കണതിനെ കുറിച്ചാണ്, രണ്ടാമത് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞതെന്ന് അവർ പറഞ്ഞത്. അങ്ങനെ പിന്നെ അതിന്റെ ബാക്കി സുന്നത്തും സയ്യാത്ത് എന്തിനാ പറയണേ? നബിതങ്ങളുടെ കാലത്ത് സയ്യത്തായ സുന്നത്ത് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ സുന്നത്ത് എന്ന പദം ഇവർ മനസ്സിലാക്കുന്നത് തെറ്റിപ്പോയതാണ്.
ആ പദം മനസ്സിലായില്ല എന്നാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ ഈ എപ്പിസോഡിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു വിഷയം അതാണ്. സുന്നത്ത് എന്ന പദത്തിനെ ഖുർആൻ ഹദീസ് സുന്നത്ത് ഇജ്മാ എന്നതിലുള്ള സുന്നത്ത് എന്ന അർത്ഥത്തിനല്ല വെക്കേണ്ടത്. വാജിബ് സുന്നത്ത് എന്നിടത്തുള്ള സുന്നത്താണ് നമ്മൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പറയുന്നത്. ആ സുന്നത്തിൻ്റെ അർത്ഥവും മറ്റേ സുന്നത്തിൻ്റെ അർത്ഥവും രണ്ടും രണ്ടെണ്ണാണ്, രണ്ടും ഒന്നല്ല.